ബാക്ക് ടു ഒരു യൂട്യൂബ് ചാനൽ. നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ ഞാൻ നേരത്തെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ അത് ഞാൻ ആഡ് ചെയ്യാം. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചേർക്കാം. ഇതിപ്പോൾ ഖത്തറിലുണ്ടായിരുന്നപ്പോൾ ഷൂട്ട് ചെയ്തതാണ്. വീക്കെൻഡിൽ ഒരു ദിവസം ഉച്ചയ്ക്ക് ശേഷം രണ്ടുപേരെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി പോയതാണ്. നാട്ടിൽ അങ്ങനെ ഐസ്ക്രീം മേടിച്ച് കൊടുക്കാറില്ല. അപ്പോൾ ഖത്തറിൽ ചെല്ലുമ്പോൾ മേടിച്ച് കൊടുക്കാം എന്നുള്ള എഗ്രിമെൻറ്റിൽ അവിടെ പോയതാണ്. അപ്പോൾ രണ്ടുപേരും കൂടി ഓർത്ത് വെച്ചിരുന്നു. അങ്ങനെ പോയിട്ട് ഫേവറേറ്റ് ഐസ്ക്രീമൊക്കെ രണ്ടുപേരും സെലക്ട് ചെയ്തൊക്കെ എടുത്തു. അപ്പോൾ ആ കൂട്ടത്തിൽ എനിക്കും കൂടി കിട്ടുമല്ലോ. ഇവർ കഴിക്കാത്തതുകൊണ്ട് ഞാനും നാട്ടിലങ്ങനെ കഴിക്കാറില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ സ്നിക്കേഴ്സിൻ്റെയും ട്വിക്സിൻ്റെയൊക്കെ ബാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ സ്നിക്കേഴ്സിൻ്റെ ഒരെണ്ണമാണ് ഞാനെടുത്ത് കഴിച്ചത്. അപ്പം ഇക്കായും അമ്മനും കൂടി ജസ്റ്റ് പുറത്തേക്ക് നിന്നു. അമ്മന് കണ്ടാൽ പ്രശ്നമുണ്ടാന്ന് വിചാരിച്ചിട്ട് ആ ടൈമിൽ ഞങ്ങൾ അവിടെ ഇരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ വീട്ടിൽ പോയി. പിന്നെ ഞങ്ങൾ വീക്കെൻഡ് ആയിരുന്നല്ലോ, അതുകൊണ്ട് വൈകുന്നേരമാണ് ഞങ്ങൾ പിന്നെ ഇറങ്ങിയത്. അപ്പോൾ ബ്രദറിനെയും ഫാമിലിയൊക്കെ വിളിച്ചപ്പോൾ അവർ മ്യൂസിയം പാർക്കിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു. അവിടെ അവർക്ക് ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റോളുണ്ട്, അവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളും ജസ്റ്റ് ഇറങ്ങിയതല്ലേന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു മൊത്തത്തിലൊരു ബസാറ് പോലെ കുറേ സ്റ്റോൾസ് ഉണ്ടായിരുന്നു. എല്ലാം കാണാമല്ലോ എന്നുള്ള പ്ലാനിൽ ഞങ്ങളും അങ്ങോട്ട് പോയി. വരുന്ന വഴിക്ക് കുറച്ച് ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു. നല്ല വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ പൊതുവെ കോർണിഷിൽ ഒത്തിരി പ്രോഗ്രാം നടക്കുന്നൊരു സമയമായിരുന്നു അന്നേരം. അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ എത്തിയപ്പോൾ ഒരുപാട് സ്റ്റോളുകളുണ്ടായിരുന്നു. ഇങ്ങനെ അവിടെ എല്ലാം വെറൈറ്റി ഐറ്റംസ് സെയിലിന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ആ സ്റ്റോളെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ പോയത്. മ്യൂസിയം പാർക്കിലായിരുന്നു ഈ ഒരു സ്റ്റോൾ നടക്കുന്നത്. കുറേ ഹാൻഡ് മെയ്ഡ് പ്രോഡക്ട്സ്, ഫുഡ്, ഡ്രസ്സ്, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഐറ്റംസ് ഒരുപാട് സ്റ്റോളിലൊക്കെ ലേഡീസ് നടത്തുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാം പല പല രാജ്യത്തു നിന്നുള്ള ആളുകളുടെ സ്റ്റോളുകളാണ്. അപ്പം നമുക്ക് കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസൊക്കെ തന്നെ അവിടെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം ആദ്യം തന്നെ ഫുള്ളെല്ലാം ഒന്ന് ചുറ്റി കണ്ടു. നല്ല തിരക്കുണ്ടായിരുന്നു. വീക്കെൻഡ് ആയതുകൊണ്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്, സാധനങ്ങളൊക്കെ മേടിക്കുകയും ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതിൽ നമുക്ക് കുറേ ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് പോലെ തോന്നും. ഒരു സെലക്റ്റഡ് ഐറ്റംസാണ് അവിടെ കൊണ്ടുവച്ച് സെയിൽ ചെയ്യുന്നത്. അതെല്ലാം നല്ല ഇതായിട്ട് തോന്നി. അപ്പോൾ അതിൽ അല്ലുദ ഈ കാണുന്ന പോലെ സ്വീറ്റ്സും ഫ്രൂട്ട്സൊക്കെ മേടിച്ചിട്ട് കഴിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുട്ടികളുടെ ഇതേപോലത്തെ ഐറ്റംസ്, കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകൾ, പിന്നെ ഓരോ സ്ഥലത്തു നിന്നുള്ള ആളുകളുടെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾ ഒക്കെ തന്നെ അവരവിടെ കൊണ്ടുവന്ന് സെയിൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതൊക്കെ കുറച്ച് നേരം പോയി നിന്ന് കണ്ടു. കുഞ്ഞു കുട്ടികളുടെ ചെറിയ ജ്വല്ലറീസൊക്കെ ഉണ്ടായിരുന്നു. അതവർ ഹാൻഡ് മെയ്ഡായിട്ട് തന്നെ നമ്മളപ്പം തന്നെ ഉണ്ടാക്കി തരുന്നതൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ അമ്നുവിന് വേണ്ടതൊക്കെ ഇഷ്ടപ്പെട്ടതുണ്ടായിരുന്നു. ഞാനപ്പോൾ അതൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് മ്യൂസിയം ഓഫ് ഇസ്ലാമിക് ആർട്ട്. അതിൻ്റെ ജസ്റ്റ് ഫ്രണ്ടിലായിരുന്നു ഈ ഒരു ബസാറ് പോലെ അറേഞ്ച് ചെയ്തിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നത്. നമുക്ക് നല്ല രസമാണ് ഇതിങ്ങനെ ചുറ്റി കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ കാണാൻ തന്നെ നല്ല ക്യൂട്ടാണ്. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഇതൊക്കെ നിന്നിങ്ങനെ കണ്ടു. ഈ ഒരു ഏരിയയിൽ നിന്നാണ് അമ്നുവിന് ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞത്. അപ്പം കുറച്ച് നേരം അതെല്ലാം കണ്ടു. അങ്ങനെ ബ്രദറിനെയും വൈഫിനെയും വിളിച്ചപ്പോൾ അവരുടെ ഫ്രണ്ടിൻ്റെ സ്റ്റോളിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ എല്ലാം നടന്ന് കണ്ടിട്ട് അങ്ങോട്ടാണ് പോയത്. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ നല്ല ഇൻട്രസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ നേരെ ചെന്ന് ബ്രദറിനെയും വൈഫിനെയൊക്കെ മീറ്റ് ചെയ്തു. അപ്പോൾ അവർ വെയിറ്റ് ചെയ്ത സ്ഥലത്ത് മക്കൾക്ക് ഇതേപോലെ കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു. അപ്പം പിള്ളേരെല്ലാം കൂടെ കുറേ നേരം അവിടെ കളിച്ചു. അതുകൊണ്ട് തന്നെ നമ്മളും കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്നു, അവരവിടെ കളിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് പറയുന്നുണ്ടായിരുന്നു വരുന്ന വഴിക്ക് ആ ഒരു മ്യൂസിയത്തിൻ്റെ മറ്റൊരു സൈഡിലായിട്ട് കുട്ടികളുടെ ഒരു കളിക്കുന്ന ഏരിയ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞ് പിന്നെ അത് ഭയങ്കര ബഹളമായി. അപ്പോൾ ഇവിടുന്ന് കളിച്ചെല്ലാം അടുത്ത് കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ അവിടെ പോകാം എന്നുള്ള പ്ലാനായിട്ട് അത് ഈ മ്യൂസിയത്തിൻ്റെ പാർക്കിൻ്റെ നെക്സ്റ്റ് ഒരു സൈഡിലായിട്ടാണ്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. അപ്പോൾ അവിടെ ഇതേപോലെ ഒരു ഏരിയയിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അകത്ത് കയറാമെന്ന് പറഞ്ഞപ്പോൾ ആദുവിന് പിന്നെ കണ്ടു കഴിഞ്ഞപ്പോൾ കയറണ്ട, വേറെ റൈഡ് അങ്ങനെയൊന്നുമില്ല, വലിയ ബലൂൺസ് പോലെ ഇങ്ങനെ ഇട്ടിട്ട് കുഞ്ഞുങ്ങൾക്ക് അതിൽ കയറി കളിക്കാമെന്നുള്ളൊരു ഇതേ ഉള്ളൂ. പിള്ളേരൊക്കെ കയറുന്നുണ്ടായിരുന്നു. ആദുവിന് വേണ്ട, അത് പുറത്ത് കളിക്കുക എന്നുള്ള പ്ലാനിൽ പിന്നെ അവിടെ ചെന്ന് ഈ സൈഡിലെ പാർക്കിൽ തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ അമ്നുവിന് ഭക്ഷണമൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഇതൊക്കെ നോക്കി ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കുറച്ച് നേരം എന്തായാലും ഇരുട്ടി. പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് ധൃതി പിടിച്ച് വീട്ടിൽ പോകേണ്ട കാര്യമില്ലല്ലോ എന്നോർത്തിട്ട് നമ്മൾ കുറച്ച് നേരം കൂടി അവിടെ മക്കളുമായിട്ടൊക്കെ ഇരുന്നു. ആ ടൈമിൽ ആദും എല്ലും അമ്നും എല്ലാം അവിടെ ഓടി കളിക്കുന്നുണ്ടായിരുന്നു.
പൊതുവെ അവിടെ ഫുള്ള് നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മളിങ്ങനെ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരും ഉള്ളതുകൊണ്ട് ആ ടൈമിൽ തന്നെ ഭക്ഷണമൊക്കെ കഴിപ്പിച്ചു മക്കളെ. അല്ലു ആ ഗ്യാപ്പിൽ തണുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കട മടിയിലൊക്കെ കയറി ഇരിക്കാൻ തുടങ്ങി. പിന്നെ നേരെ അവിടുന്ന് നമ്മൾ കുറച്ച് കഴിഞ്ഞപ്പം ഇറങ്ങി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോകുമായിരുന്നു. അപ്പോൾ നമ്മൾ വീട്ടിൽ പോകുന്ന വഴിക്ക് നമ്മുടെ അടുത്ത് തന്നെ ഒരു ലുലു ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങളൊന്ന് മേടിക്കാനുണ്ടായിരുന്നു നെക്സ്റ്റ് ഡേയിലേക്ക്. അപ്പോൾ ആ ഒരു ലുലുവിലൂടെ കയറി സാധനങ്ങൾ മേടിച്ചിട്ട് പോകാമെന്നുള്ള പ്ലാനിലാണ് നമ്മൾ അവിടെ കയറിയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അതും എല്ലാം ഉമ്മി പറഞ്ഞാൽ മതി, ഞങ്ങളെല്ലാം എടുത്തോളാം എന്നുള്ളൊരു ഐഡിയയിൽ നടക്കാൻ തുടങ്ങി. അങ്ങനെ അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല, കുറച്ച് ഫിഷൊക്കെ മേടിക്കണമായിരുന്നു, പിന്നെ കുറച്ച് പാല്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ആയിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ നേരെ ചെന്ന് ഫിഷ് നോക്കി നമ്മൾ കഴിക്കുന്നത് ഏതാ ഉള്ളതെന്ന് വെച്ചിട്ട് അത് സെലക്ട് ചെയ്ത് കട്ട് ചെയ്യാനൊക്കെ കൊടുത്തു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ കക്ക വലിയ ഷെല്ലിൽ ഇരിക്കുന്നതൊക്കെ കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു. അതുമാണ് എല്ലാം ബില്ല് ചെയ്യാനായിട്ടൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നത്. ആ കൂട്ടത്തിൽ ഈ ഒരു ഐറ്റം എൻ്റെ ഫേവറേറ്റ് ആണ്, വാനിലയുടെ കസ്റ്റർഡ്. ഞാൻ അതും കൂടി ഒരെണ്ണം മേടിച്ചിട്ട് നാട്ടിൽ ചെല്ലുമ്പോൾ ഇതൊക്കെ ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ തന്നെ ഞാൻ കാറിലിരുന്ന് അത് കഴിച്ചു. അതിനും എല്ലിനും അതിനോടൊന്നും വലിയ താല്പര്യമില്ല, അവർക്ക് യോഗട്ടാണ് ഒന്നുകൂടി ഇഷ്ടം. അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.